എല്ലാവർക്കും മല്ലൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സിനിമകൾ റിലീസുണ്ട്. നടികർ, വാതിൽ, ഓഫീസർ, ഡ്രാഗൻ, ഹണ്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മഹാറാണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ സിനിമ നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. മഹാറാണി ഒരു കോമഡി മൂവിയായിരുന്നു. പക്ഷെ സിനിമയുടെ OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. സിനിമ റിലീസായിട്ട് കുറെ കാലമായി. ഇപ്പോഴിതാ മഹാറാണി സിനിമയുടെ OTT ഫ്ലവേഴ്സ് ചാനൽ വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഈദ് സ്പെഷ്യലായിട്ട് TV-യിലാണ് പ്രീമിയർ ആയിട്ട് വരുന്നത്. അതിനോടൊപ്പം തന്നെ OTT റിലീസും ഉണ്ടാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് നടികർ. ടോവിനോ തോമസ് ആണ് സിനിമയിലെ നായകൻ. ഭാവന, അനൂപ് മേനോൻ തുടങ്ങി ഒരുപാട് പേര് നടികർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നടികർ ഒരു കോമഡി മൂവിയായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് മോശം റെസ്പോൺസ് ആണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ഒടുവിൽ ആമസോൺ പ്രൈം നടികർ സിനിമയുടെ OTT വാങ്ങിച്ചു എന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. മാർച്ച് മാസം തന്നെ നടികർ സിനിമ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വാതിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. വിനയ് ഫോർട്ടാണ് സിനിമയിലെ നായകൻ. നല്ല അഭിപ്രായമാണ് വാതിൽ സിനിമ തിയേറ്ററിൽ നിന്ന് നേടിയെടുത്തത്. ഇപ്പോഴിതാ വാതിൽ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് വാതിൽ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. റിലീസ് തീയതി വന്നിട്ടില്ല. മാർച്ച് മാസം തന്നെ ലാസ്റ്റ് വീക്കിൽ വാതിൽ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അന്ന റെജി, അസ്കർ, റായ് ലക്ഷ്മി, സ്വാസിക, രഞ്ജി പണിക്കർ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് DNA. ഇപ്പോഴിതാ DNA സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. റിലീസ് തീയതി വ്യക്തമല്ല. ഈ വീക്കിൽ DNA സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയായിരുന്നു. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. അജു വർഗീസ്, സൈജു കുറുപ്പ്, ജോണി ആന്റണി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ വിറ്റുപോയിരിക്കുകയാണ്. ഫ്ലവേഴ്സ് ചാനലാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ ഈദ് സ്പെഷ്യലായിട്ട് മനോരമ മാക്സിൽ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ആപ്പ് കൈസേ ഹോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ ശ്രീനിവാസന സിനിമയിലെ നായകൻ. ഇതൊരു കോമഡി മൂവിയായിരുന്നു. സിനിമ 8 നിലയിൽ പരാജയപ്പെട്ടു. അജു വർഗീസ്, സൈജു കുറുപ്പ്, പിഷാരടി ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ സൈനാപ്പിളെ ആപ്പ് കൈസേ ഹോ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ മാസം തന്നെ സിനിമ റിലീസിനെത്തും. അടുത്തൊരു അപ്ഡേറ്റ് നിലാവ് കന്മേൽ എന്നടി കോപം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധനുഷിന്റെ സിനിമയായിരുന്നു ഇത്. ഈ സിനിമയിൽ ഒരുപാട് താരനിര അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലെ മാത്യു തോമസ്, അതുപോലെ അനിക ഇവർ സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ധനുഷും സിനിമയിലുണ്ട്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ നിലാവക്ക് എന്മേൽ എന്നെ കോപം എന്ന സിനിമ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. നാളെ 12 മണിക്കാണ് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡ്രാഗൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഹിറ്റായ സിനിമയായിരുന്നു ഡ്രാഗൻ. ഈ സിനിമയുടെ HD പ്രിന്റ് ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒഫീഷ്യൽ OTT വന്നിട്ടില്ലായിരുന്നു. 10 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ഡ്രാഗൻ ഇടം പിടിച്ചു. നാളെ രാത്രി 12 മണിക്കാണ് നെറ്റ്ഫ്ലിക്സിൽ ഡ്രാഗൻ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. മലയാളം വെർഷൻ നാളെ അവൈലബിൾ ആയിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കാത്തിരുന്ന ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നത്. ഹണ്ട് സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഭാവനയാണ് സിനിമയിലെ നായിക. ഹണ്ട് ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. നല്ല അഭിപ്രായമാണ് ഹണ്ട് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഹണ്ട് സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ഈദ് സ്പെഷ്യലായിട്ട് ഹണ്ട് സിനിമ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഓഫീസർ ഓൺ ദി ഡ്യൂട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. 50 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ഓഫീസർ. കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഓഫീസർ ഓൺ ദി ഡ്യൂട്ടി എന്ന സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ഉണ്ട്. അവസാനത്തെ അപ്ഡേറ്റ് റൊമാൻസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയായിരുന്നു റൊമാൻസ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക്
സിനിമയ്ക്ക് ലഭിച്ചത്. അർജുൻ അശോകൻ, മാത്യു തോമസ്, കലാഭവൻ ഷാജോൺ, മഹിമ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. റൊമാൻസ് ഒരു കോമഡി മൂവിയായിരുന്നു. ഇപ്പോഴിതാ ആമസോൺ പ്രൈം റൊമാൻസ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈദ് സ്പെഷ്യലായിട്ട് റൊമാൻസ് സിനിമ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഈ മാസം ഇനിയും ഒരുപാട് സിനിമകൾ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.